എന്തിനും ഏതിനും ഹിന്ദുത്വ വർഗീയത വിളമ്പുന്ന കാവി പാർട്ടിയെ പടിക്ക് പുറത്തു നിർത്തുന്നത് കൊണ്ട് തന്നെ കേരളത്തെയും തമിഴ്നാടിനെയും ഒന്നും ചില BJP-ക്കാർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇവർക്കൊക്കെ വിരൽ പിടിക്കും, വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയും. അതിനുദാഹരണമാണ് കർണാടക BJP MP-യും കേന്ദ്ര സഹമന്ത്രിയുമായ ശോഭ കരന്തലജയുടെ വിദ്വേഷം കലർന്ന വാക്കുകൾ. തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വന്ന് കർണാടകയിലെ കഫേയിൽ ബോംബ് വെച്ചു. കേരളത്തിൽ നിന്നുള്ളവർ കർണാടകയിലെത്തി പെൺകുട്ടികൾക്ക് മേൽ ആസിഡ് ഒഴിക്കുന്നുവെന്നുമാണ് ശോഭ കരന്തലജെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ബംഗളൂരു നോർത്തിലെ BJP സ്ഥാനാർത്ഥി കൂടിയായ ശോഭ ബംഗളൂരുവിലെ രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കവെയായിരുന്നു വിദ്വേഷം വിളമ്പിയത്. കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പ് സമയത്ത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിനെതിരെ കർണാടകയിൽ വെച്ച് വിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നു. തൊട്ടടുത്ത് കേരളമുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല എന്നായിരുന്നു ഷായുടെ വാക്കുകൾ. ശോഭ കരന്തലജയുടെ പരാമർശത്തിനെതിരെ വൻതോതിൽ കേരളത്തിലും തമിഴ്നാട്ടിലും വിമർശനങ്ങൾ ഉയർന്നു. കേന്ദ്രമന്ത്രിയുടെ വിദ്വേഷ പരാമർശത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്തെത്തി. തമിഴന്മാരും കന്നഡിഗരും BJP-യുടെ ഈ വിദ്വേഷ പ്രസംഗം തള്ളിക്കളയും. സമാധാനത്തിനും ഐക്യത്തിനും ഭീഷണിയാകുന്ന പരാമർശം നടത്തിയ ശോഭ കരന്തലജയ്ക്കെതിരെ നിയമ നടപടിയെടുക്കും. വൃത്തികെട്ട വിഭജന രാഷ്ട്രീയം കളിക്കുന്നത് പ്രധാനമന്ത്രി മുതൽ സാധാരണ BJP പ്രവർത്തകർ വരെ എല്ലാവരും അവസാനിപ്പിക്കണം. ഈ വിദ്വേഷ പരാമർശത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. തമിഴ്നാട്ടിലെ പ്രമുഖ പാർട്ടികളായ DMK-യും AIDMK-യും ശോഭയ്ക്കെതിരെ രംഗത്ത് വന്നതോടെ സംസ്ഥാന BJP പ്രതിരോധത്തിലായി. സംഗതി കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെ തമിഴ്നാടിനെതിരായ വിദ്വേഷ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് ശോഭ എക്സിൽ പോസ്റ്റിട്ടു. തന്റെ പരാമർശം തമിഴ്നാട്ടുകാരെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ലെന്നും കൃഷ്ണഗിരി വനത്തിൽ പരിശീലനം ലഭിച്ചവരെ കുറിച്ചാണെന്നും ശോഭ എക്സിൽ കുറിച്ചു. തന്റെ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പെന്നായിരുന്നു കുറിപ്പ്. അതേസമയം കേന്ദ്രമന്ത്രി മലയാളികളെ മൊത്തം ആക്ഷേപിച്ചിട്ടും ഇവിടെ ഒരാളും ചെറുവിരൽ ഇതുവരെ അനക്കിയിട്ടില്ല. സർക്കാർ നേരിയ പ്രതിഷേധം പോലും ഉയർത്തിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിനെതിരായ വിദ്വേഷ പ്രസംഗത്തിൽ മാപ്പ് പറയാൻ ശോഭ കരന്തലജെ തയ്യാറായിട്ടുമില്ല.